വാസന മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി. ഞങ്ങൾ പാലാ രൂപതാംഗവും പൈസ് മൗണ്ട് മേലുകാവ് ഇതിനടുത്ത് പൈസ് മൗണ്ട് ഇടവകാംഗവുമാണ്. എൻ്റെ പേര് ഫ്രിൻസോ മാത്യു കല്ലക്കാവുങ്കൽ. എൻ്റെ ഭാര്യ ചിത്ര, മോൻ മാത്തുക്കുട്ടി. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അഭിഭാഷകനായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, നോട്ടറി പബ്ലിക്കുമാണ്. അതുപോലെ എൻ്റെ വൈഫ് ചിത്ര ഇവിടെ മാരാരിക്കുളം, ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ യോഗ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസറായിട്ടും ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ചത്, വിവാഹം കഴിഞ്ഞ് 14 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 14 വർഷം ഇന്ന് ലോകത്തിൽ നടത്താവുന്ന ചികിത്സകളായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചികിത്സകളും അന്ന് കേരളത്തിൽ നിന്ന് ലഭ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിംഗ് ഹോസ്പിറ്റലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ നടത്തിയുണ്ടായി 10 വർഷത്തോളം. ആ 10 വർഷ ചികിത്സയിൽ നടത്തിയ അവസാനം വൈദ്യശാസ്ത്രപരമായി ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സെറോഗസി, വാടക ഗർഭപാത്രത്തിലൂടെ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ. ഇനി മറ്റ് ചികിത്സകൾ നിങ്ങൾക്ക് നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ അറിയാനുണ്ടായിട്ടൊരു സാഹചര്യവും 2018 ചിത്രയ്ക്ക് മാരാരിക്കുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം ലഭിക്കുകയുണ്ടായി. ഈ മാരാരിക്കുളം ഈ നമ്മുടെ കൃപാസനമായിട്ടൊരു 5 കിലോമീറ്റർ അത്ര തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് അറിവ് ലഭിച്ചത്. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ചികിത്സാ രീതികളെക്കുറിച്ച് സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. 2009 ഞങ്ങളുടെ വിവാഹം. 2009 വിവാഹത്തിന് ആദ്യ 2-3 മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റായി. അത് ട്യൂബിൽ പ്രഗ്നൻ്റായിരുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ പ്രഗ്നൻ്റായി ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് ട്രീറ്റ്മെൻറ്റുകളിൽ കണ്ടെത്തി മറ്റേ ട്യൂബും അത് ബ്ലോക്കാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഡോക്ടർമാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, ട്യൂബ് 2ഉം ബ്ലോക്കാണ്, ഇനി നിങ്ങൾക്ക് ഉള്ളൊരു സാധ്യത IVF ചികിത്സയാണ്. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ IVF ചികിത്സയ്ക്ക് വിധേയമായി. ആദ്യം IVF ചികിത്സ നടത്തി. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പണമുണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടും. അങ്ങനെ ആദ്യം ഞാൻ വിശ്വസിച്ചു, കുഞ്ഞുണ്ടാകുന്നതിന് IVF ചികിത്സയിലൂടെ, ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആദ്യത്തെ തവണ IVF നടത്തി, പരാജയപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ തവണ ആദ്യത്തെ IVF ചികിത്സയിൽ അവർ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാമതും IVF ചികിത്സ, ടെസ്റ്റ് ട്യൂബ് ചികിത്സ ഞങ്ങൾ നടത്തി. അതും പരാജയപ്പെട്ടു. മൂന്നാമത് അവർ കണ്ടെത്തി, ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ആ ലൈനിങ് കൃത്യമല്ലെങ്കിൽ അവിടെ ആ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാലും അത് ഒരു പ്രഗ്നൻസിയിലേക്ക് വരികയില്ല. മൂന്നാമത്തേത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അതായത് ഗർഭപാത്രം ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സ്വീകരിക്കാവുന്ന തരത്തിലുള്ള എല്ലാ മോഡേൺ ചികിത്സകളും നടത്തിയതിന് ശേഷം IVF നടത്തി. അതും പരാജയപ്പെട്ടു. പിന്നീട് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറയുകയുണ്ടായി, ഇനി നിങ്ങൾക്ക് ഈ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല. അതിനടുത്ത ഒരു ഓപ്ഷൻ വൈദ്യശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത് സെറോഗസി, വാടക ഗർഭപാത്രം.
നമുക്ക് വേണ്ടി വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രം ഉപയോഗിച്ച് ഒരു പ്രഗ്നൻസിയിലേക്ക് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം. അതാണ് സെറോഗസി എന്നുള്ള വാടക ഗർഭപാത്രം മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ആ അവസരത്തിലാണ് ചിത്രയ്ക്ക് ഈ മാരാരിക്കുളത്തേക്ക് മെഡിക്കൽ ഓഫീസറായിട്ട്, യോഗ നാച്ചുറോപ്പതിയുടെ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ഞങ്ങൾ ചിത്ര എറണാകുളത്ത് നിന്ന് പോയി വരികയാണ്. എറണാകുളത്ത് നിന്ന് എടപ്പള്ളിയിൽ നിന്നും ഇവിടെ വരുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തിന് വരുന്നു. അങ്ങനെ ആണ് ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ചൊരു അറിവ്. കാരണം എറണാകുളത്ത് നിന്ന് ധാരാളം ആളുകൾ ബസ്സിൽ ഈ കൃപാസനത്തിലേക്ക് വരുന്നത്. കാരണം ചിത്ര ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ വരുമ്പോൾ ധാരാളം ആളുകൾ ബസ്സിൽ ഈ കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ചിലർ കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ 2020 ഞങ്ങൾ ചിത്ര ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 2020 ജനുവരിയിൽ ചിത്ര ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടിയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം. വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈവിട്ടിരിക്കുന്നു. കാശുണ്ടായി എത്ര ലക്ഷം മുടക്കിയിട്ടും ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. ലക്ഷങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുടക്കി. ആ ലക്ഷങ്ങളിലൊന്നും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, അതിൻ്റെ ഉത്തരം ലഭിക്കുന്നില്ല. അങ്ങനെയാണ് 2020 ജനുവരി മാസത്തിൽ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഈ ഉടമ്പടി എടുത്തും 2020 ജനുവരിയിൽ ഉടമ്പടി എടുത്തു. അത് പിന്നെ പുതുക്കി 2021 പുതുക്കി, 22 23 വരെ ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓർക്കും ഉടമ്പടി എടുത്താൽ മാതാവ് ഉടനെ അത്ഭുതം തരും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് 3 വർഷം വെയിറ്റ് ചെയ്തു. ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആകസ്മികമായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തന്നെ ആ ദിവസങ്ങളിലൊക്കെ 10 കിലോമീറ്ററിലധികം ചിത്ര സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ്, അതായത് മാരാരിക്കുളത്തേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് സ്കൂട്ടറിൽ പോകാൻ വേണ്ടി ഇവിടെ ഹൈവേയിൽ കഞ്ഞിക്കുഴിയിൽ സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഹൈവേയിലേക്ക് വരാൻ 1 കിലോമീറ്റർ ദൂരമുണ്ട്. എറണാകുളത്ത് നിന്ന് എടപ്പള്ളി ഹൈവേയിലേക്കും സ്കൂട്ടറിലാണ് വരുന്നത്. അങ്ങനെ 2 സ്കൂട്ടറിൽ ദിവസം 10 കിലോമീറ്ററിലധികം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് 2023 മെയ് മാസത്തിൽ എടപ്പള്ളിയിലിരിക്കുന്ന സ്കൂട്ടർ അന്ന് കേടായി. എടപ്പള്ളിയിൽ ഇരിക്കുന്ന സ്കൂട്ടർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂട്ടർ കേടായി. നോർമലി സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് കിക്കർ ചവിട്ടി സ്റ്റാർട്ടാക്കി പിന്നെയും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്കൂട്ടർ കേടായി. അന്ന് വീട്ടിൽ വൈകിട്ട് വന്നപ്പോൾ ചിത്ര എന്നോട് പറയുകയുണ്ടായി, വയറിനൊരു പെയിൻ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു സ്കൂട്ടർ കിക്കറെ ചവിട്ടി സ്റ്റാർട്ടാക്കിയതിനെ തുടർന്ന് വയറിൻ്റെ മസിൽ കയറിയതായിരിക്കും. നോർമലി ചിന്തിച്ചു പോയി. അങ്ങനെ വയറിന് മസിൽ കയറിയതാണെന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം ഒരു സംശയം, പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ്. ഞങ്ങൾ ഉടനെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ കാരണം നിലവിൽ ഞങ്ങൾക്ക് ഒരു ഫലോപ്പിയൻ ട്യൂബ് ഇല്ല, മറ്റേ ഫലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്, നിലവിലുള്ള യൂട്രസിൽ ഒരിക്കലും ഇനി അങ്ങനെ അവിടെ ഒരു ഗർഭധാരണത്തിനുള്ള ഒരു ശേഷി ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തി വിധി എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളെ. അങ്ങനെ വന്നപ്പോൾ ഇത് ഹോസ്പിറ്റലിലായിട്ടുള്ളൊരു ക്ലിനിക്കിൽ ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, പ്രഗ്നൻസി ഗർഭപാത്രത്തിൽ തന്നെയാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. അതിലേറ്റവും വലിയൊരു അത്ഭുത സാക്ഷ്യം ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, ട്യൂബ് ഇല്ലാത്തിടത്തെ ഓവറിയിൽ നിന്നും ഓവുലേഷൻ ഉണ്ടായി പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നു. ട്യൂബില്ല. വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്കറിയാം, ഒരു അണ്ഡാശയത്തിൽ നിന്നും അണ്ഡവാഹിനി കുഴലിലൂടെ വന്ന് അണ്ഡവും ബീജവും ചേർന്ന് അവിടെ ഒരു എംബ്രിയോയായി ഗർഭപാത്രത്തിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അതാണ് വൈദ്യശാസ്ത്രം. ഞങ്ങളുടെ കാര്യത്തിൽ അവിടെ ട്യൂബില്ലാത്തിടത്ത് പ്രഗ്നൻസി ഉണ്ടാകുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു,
മാതാവിൻ്റെ കൃപാസന അമ്മയുടെ പക്കൽ നമ്മളൊരു ഉടമ്പടിയിൽ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അതിനെ തുടർന്ന് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, ഒന്നെങ്കിൽ ജോലി രാജിവെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് നിങ്ങളൊരു വീടെടുത്ത് അവിടെ താമസിച്ച് ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്നത് അഡ്വൈസബിൾ അല്ല, എന്നാലും വേണമെങ്കിൽ പോകാം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജൂൺ മാസത്തിൽ ഇവിടെ മാരാരിക്കുളത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ജോലിക്ക് പോകുന്ന സംവിധാനം ആരംഭിച്ചു. അന്ന് ഞങ്ങൾക്ക്, കാരണം വർഷങ്ങൾക്ക് ശേഷമുണ്ടായ പ്രഗ്നൻസി, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അവിടുന്ന് എറണാകുളത്തേക്ക് പോരാനായിട്ട് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് എറണാകുളത്തിന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ എളുപ്പമുണ്ട്, ചിത്രയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. അങ്ങനെയുള്ള ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. 8 മാസവും യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ 8 മാസവും നമുക്ക് പൂർണ്ണമായിട്ടും ജോലിക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതെ ജോലിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് മാതാവിൻ്റെ വലിയ കൃപയാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ മെറ്റേണിറ്റി ലീവ് 6 മന്ത് കിട്ടും. ആ മെറ്റേണിറ്റി ലീവും സാങ്ഷനായതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. അധികം താമസിക്കാതെ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലൂർദ് ഹോസ്പിറ്റലിലെ ഈ വർഷത്തെ 2024 ജനുവരി മാസത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് എൻ്റെ ഈ മാത്തുക്കുട്ടി. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട് മാരാരിക്കുളത്തെ പഴയ പുരാതന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊരു വീടാണ്. ആ വീട് ആർക്കും അവർ വാടക കൊടുത്തിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്നതിന് മുമ്പ് ആർക്കും വാടക കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ചിത്രയെ പേഴ്സണലായിട്ട് അറിയാവുന്നത് കൊണ്ടും വർഷങ്ങളായിട്ട് അവിടെ ഈ മാരാരിക്കുളത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുമാണ് ആ വീട് ഞങ്ങൾക്ക് അവർ വാടകയ്ക്കായിട്ട് തന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് എറണാകുളത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായി, യാതൊരുവിധ കോംപ്ലിക്കേഷൻസിലും ഇല്ലാതെ കൊച്ചുണ്ടായി. പിന്നീട് കൊച്ചിൻ്റെ മാമോദീസ ഏപ്രിൽ 14 തീയതിയായിരുന്നു. ഏപ്രിൽ 25 തീയതി ഞങ്ങൾ താമസിച്ച ഭവനം ആലപ്പുഴ പിതാവ് സെൻറ്റ് ജോസഫ് മാരില്ലോ ആശ്രമ ദേവാലയമായി അത് ഉയർത്തി, അത് ആശീർവദിച്ചു. ഞങ്ങൾ കിടന്നുമുറിയുന്ന വീടിൻ്റെ അൾത്താരയാണ്, ആ കിടന്നുമുറിയുന്ന ആശ്രമത്തിൽ അൾത്താരയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മളൊരു മാതാവിൻ്റെ മുമ്പിൽ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചിരിക്കും. നമുക്കറിയാം, മക്കളില്ലാത്ത ധാരാളം ദമ്പതികളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ആ മേഖലയിൽ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വേറെ ഒരാൾക്ക് പോലും അറിയത്തില്ല മക്കളില്ലാത്ത ദമ്പതികളുടെ ബുദ്ധിമുട്ട്. ഞാൻ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും കൃപാസന മാതാവിൻ്റെ പക്കൽ നിങ്ങളുടെ അപേക്ഷ അങ്ങ് കൊടുത്താൽ മതി. ഉറപ്പായിട്ട് ഉത്തരവരുളി തന്നിരിക്കും. അതിന് ചിലപ്പോൾ ഉടനെ ലഭിക്കണമെന്നില്ല. ഞങ്ങൾ 3 വർഷം വരെയും കാത്തിരുന്നു, 3 വർഷം വരെയും. അതുപോലെ നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് കൃപാസന മാതാവിലൂടെ, പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനിലൂടെ നിങ്ങൾക്ക് ഉത്തരമരുളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അന്ന് ഡോക്ടർ, കാരണം ഞങ്ങൾക്ക് വളരെ പ്രായമായ ഏജായി, കാരണം 14 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ട്രിപ്പിൾ ലൈൻ ടെസ്റ്റിങ് നടത്തണം, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തണം. ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആ കൊച്ചിന് ഒരു ഡൗൺ സിൻഡ്രമോ മറ്റ് സാധ്യതകളോ നേരത്തെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയതിനുള്ള ടെസ്റ്റാണത്. മാതാവ് തന്ന കുഞ്ഞിനെ ഞങ്ങൾ വിശ്വസിച്ചു. ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് ജനിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിച്ചു. അതുപോലെ തന്നെ ഓരോ ദിവസവും ഉടമ്പടി തൈലവും കാശിരൂപം വെച്ച് കിടന്നു. ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിലും വയറിലും പ്രാർത്ഥിച്ചു.
ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ആ ടെസ്റ്റ് നടത്തിയില്ല. വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞു നിങ്ങൾ ആ ടെസ്റ്റ് നടത്തണം, കാരണം പ്രായം കടന്നുപോയി, നോർമൽ പ്രഗ്നൻസി സ്റ്റേജും ആ ഏജും അല്ല നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങളത് നടത്തിയില്ല. ഒരു കുഴപ്പവുമില്ലാതെ മിടുക്കനായിട്ടുള്ള ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് നന്ദി, പരിശുദ്ധ മാതാവിന് നന്ദി, കൃപാസന അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിർത്തുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ, കാരണം ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഞാൻ വിശ്വസിച്ചൊരു കാര്യം ലോജിക്ക് രീതിയിലാണ്. അതായത് പണം ഉണ്ടെങ്കിലും നമ്മുടെ കഴിവുണ്ടെങ്കിലും നമുക്ക് പലതും നേടാൻ പറ്റും. പക്ഷേ പണവും കഴിവും ഉണ്ടായിട്ടും പലതും നേടാൻ പറ്റിയല്ല എന്നുള്ളത് എൻ്റെ സ്വന്തം ജീവിതം കാണിച്ചു തന്നു. അപ്പോൾ പലരുടെയും പ്രതിസന്ധി ഇതാണ്, എനിക്ക് കാശുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. അപ്പോൾ പണം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ എന്തും നേടാം. പക്ഷെ പലപ്പോഴും അത് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിത അനുഭവത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറാൻ തുടങ്ങും. നമ്മൾ പ്രാർത്ഥനയിലേക്ക് മാറും, വിശ്വാസ ജീവിതത്തിലേക്ക് മാറും. അതുപോലെ തന്നെ കൃപാസന മാതാവിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അത്ഭുത കാര്യം ചിത്ര ഇവിടെ ഈ കൊന്ത ചെല്ലുകയും, അതുപോലെ തന്നെ ഇവിടുത്തെ പത്രം പലപ്പോഴായിട്ട് ഇന്നും പല ആൾക്കാരും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അവരെ അറിയിക്കുന്നതിനായിട്ട് പത്രവിതരണങ്ങളൊക്കെ നടത്താറുണ്ട്. പലപ്പോഴും ഞങ്ങളിവിടെ അടുത്ത് താമസിക്കുകയായതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പലപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കാൻ വരും. അപ്പം ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കാണാൻ സാധ്യമല്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛനെ മാതാവെ നേരിട്ട് കണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് മനസ്സിൽ ഓർത്തിരിങ്ങനെ ഇരിക്കുക, മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ രാത്രി ഒരു 7:30 ആകുമ്പോൾ, കാരണം ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ഈ കൃപാസനത്തിലേക്ക് വരാൻ. ഞങ്ങൾ വൈകിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ കൃപാസനത്തിൽ വരും, ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ. അതൊരു 8:30 9 മണി വരെ, 8:30 വരെ ഗേറ്റ് തുറന്നു ഇട്ടിരിക്കും. 8:30 കഴിയുമ്പോൾ ഗേറ്റ് ഓപ്പൺ, ഫ്രണ്ടിലെ ഗേറ്റ് കൃപാസനത്തിലെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിവിടെ വരും. ജോസഫ് അച്ഛൻ ഒരു ദിവസം ഞങ്ങളിവിടെ ഇരിക്കുക, ഞങ്ങളുടെ അടുത്തേക്ക് ജോസഫ് അച്ഛൻ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 14 വർഷത്തിന് ശേഷം കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ അച്ഛൻ ഞങ്ങൾ ഇവിടെ എത്തി, പ്രാർത്ഥനയിലൂടെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവും വരികയില്ല, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരാതെ നല്ല കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ വാക്ക് അച്ചട്ടായി. ദൈവമാതാവിലൂടെ, പരിശുദ്ധ തിരുക്കുമാരനിലൂടെ ഈ കുഞ്ഞിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഭിഭാഷകനായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ആ സാക്ഷ്യം നമുക്ക് മുൻപിൽ പറയുവാനായിട്ട് സാധിച്ചു. ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുഞ്ഞിനെ പ്രതിയാണ് 14 വർഷമായിട്ടുള്ള അപ്പം 14 വർഷം. അതുപോലെ നോട്ടറി പബ്ലിക് ആകാൻ വേണ്ടിയിട്ട് ഈ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ടറി പബ്ലിക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് വരുന്നതിന് വേണ്ടി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ ഉടമ്പടിയിലെ ഒരു കാര്യം അതായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടറി പബ്ലിക്കായിട്ട് ഞാനിപ്പോൾ പ്രാക്ടീസും ചെയ്യുന്നു. അതും അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. സുവിശേഷം 1:36 വായിക്കുന്നുണ്ട്. അത് മാതാവിൻ്റെ ഉടമ്പടിക്ക്, മാതാവിൻ്റെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്ക് കൊടുക്കുന്ന മറ്റൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത് തൻ്റെ എലിസബത്തിന് ഗർഭധാരണത്തെക്കുറിച്ചാണ്. വന്തി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് മാതാവിനോട് മാലാഖ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള നെക്സ്റ്റ് വചനമാണ് ഇവിടെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ എല്ലാവരും പറയുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഈ വചനം അതിന് ശേഷം വരുന്ന വചനമാണ്. അപ്പോൾ ജീവിതത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അനുഭവം ഉണ്ടാകുമ്പം വ്യക്തിപരമായിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകും. അത് വിശ്വാസ ജീവിതത്തിൽ നല്ല നമ്മൾ അടിമുടി ദൈവത്തിൻ്റെതായിട്ട് മാറുന്നൊരു ഇതുണ്ടാകും. അപ്പോൾ ഈ ഒരു കുടുംബത്തിനോട് ഇപ്പോൾ വന്ധിയായിരുന്ന എലിസബത്തിനെ ഗർഭം ധരിപ്പിച്ച ദൈവത്തിൻ്റെ സാധ്യമായ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം വ്യക്തിപരമായിട്ടും കുടുംബത്തിലും ഒരുപക്ഷെ ഇപ്പോൾ സാക്ഷ്യം കേൾക്കുന്ന നമുക്കും പ്രകടമായിട്ട് നമുക്ക് പറയാനായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടെങ്കിലും അതിലൊരു സാക്ഷ്യമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ ബൈബിളിൽ കർത്താവ് വചനമായിട്ട് എഴുതി വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഡയറക്റ്റ് സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ,
ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഇട്ട് പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുണ്ട്. എങ്കിലും വീണ്ടും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചതിന് വ്യക്തമായിട്ട് ഒരു ബോധ്യം, അനുഭവം നൽകി. അതിന് കൺഫർമേഷനായിട്ട് പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഒന്ന്, താമസിച്ചിരുന്ന ഭവനത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആ ഭവനം പിന്നീട് ഒരു ദേവാലയമായിട്ട് മാറുന്നതും അത് വിശ്വസിച്ച് കണ്ണുകളോടെ നോക്കുമ്പോഴാണ് അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വരമായിരുന്നു. അത് അവരുടെ ബെഡ്റൂം അവിടെ ആയിരുന്നു എന്ന് പറയുമ്പോഴൊക്കെ അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുണ്ട് അതിൽ. മൂന്നാമത്തേത് ലൂർദിലായിരുന്നു. ലൂർദ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു, അവിടുത്തെ ആദ്യത്തെ ഈ വർഷത്തെ. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ മാതാവ് കൂടെ നടന്നു എന്ന് ഈ കുടുംബം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ തെളിവും വ്യക്തമായ ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സമ്മാനമായിട്ട് ഈ അൾത്താരിലെത്തുവാനായിട്ട് ഈ കുടുംബത്തെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം. എൻ്റെ പേര് മെറിൻ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകള്, എൻ്റെ അനീത്തിയാണ് കൂടെയുള്ളത്. അമ്മയുടെ ആങ്ങളയുടെ വൈഫും ഉണ്ട്. അവൾക്കൊരു വലിയൊരു അസുഖം വന്നിരുന്നു. അതിന് സൗഖ്യം ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ നന്ദി അർപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അവളുടെ പേര് സംഗീത എന്നാണ്. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ, അതായത് കഴിഞ്ഞ വർഷം 2023 മെയ് മാസം ഒരു പകുതിയൊക്കെ ആയപ്പോൾ അവൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അത് റിസൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി, പുറത്തു പോയി പഠിക്കാൻ വേണ്ടി IELTS പഠിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു. ഡിസംബർ മാസത്തിലാണ് അവൾ ജോലി റിസൈൻ ചെയ്ത് വന്നത്. IELTS പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് പോകാൻ ഉള്ള മാർക്കൊന്നും അതിൻ്റെ അകത്തില്ലായിരുന്നു. മാർക്ക് കുറഞ്ഞതിൻ്റെ ഒരു വിഷമമായിരിക്കുമെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു മാറ്റം, സ്വഭാവത്തിൽ മാറ്റം, പരസ്പര വിരുദ്ധമായി പെരുമാറുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഹാളിൽ രാത്രി പാതിരാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ എഴുന്നേറ്റ് വന്ന് തന്നെ ഇരിക്കും. പെട്ടെന്ന് കൂടെ കിടക്കുന്ന അനീത്തി കൂടെ കിടക്കുന്നുണ്ട്. അവൾ കാണാതെ വരുമ്പോൾ പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ഹോളിൽ ഒറ്റയ്ക്കിരിക്കുന്ന കാണും. ഭയങ്കര വിഷമം. അവർ വീട്ടുകാരോട് പറഞ്ഞ് നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല, രക്ഷപ്പെടത്തില്ല, നമുക്കെന്തോ സംഭവിക്കാൻ പോവുകയാണ്, ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു. അങ്ങനത്തേക്കൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ ഓർത്തുപോയി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അവൾ ഒരുപാട് വയലൻ്റ് ആവുന്ന രീതിയിൽ പെരുമാറി. മൂലമറ്റത്ത് ബിഷപ്പ് വയലൽ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ഇവളുടെ ഒരു നേച്ചർ കണ്ടപ്പോൾ അവർ പറഞ്ഞു സൈക്കാട്രിക് ഡിസോർഡറാണ്, നമുക്കവളെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവളുടെ കൂടെ അന്ന് അവളുടെ അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. ഒരു 8 ദിവസത്തോളം അവൾ അവിടെ അഡ്മിറ്റായിരുന്നു. 8 ദിവസമായിട്ടും അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ഒന്നിനൊന്നിന് അവൾ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ഓടും, ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല, രാത്രി ഉറങ്ങത്തില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് അവരോട് പറഞ്ഞ് നിങ്ങളുടെ മെഡിസിൻ കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല, ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി നമ്മുടെ കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും അവർ പറഞ്ഞു സൈക്കാട്രിക് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് സൈക്കാട്രിക് വാർഡിൽ തന്നെ അവളെ അഡ്മിറ്റ് ചെയ്തു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പിന്നെയും ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു. പിന്നെ പെട്ടെന്ന് കൊച്ചിന് എന്തോ ഒരു തളർച്ച പോലൊക്കെ വന്ന് അബോധാവസ്ഥയിലാകുന്ന പോലെ നമ്മൾ കണ്ടു. അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പനിയുണ്ട്, ഇവൾക്ക് ശ്വാസതടസ്സവും കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചു, എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. അതിനുശേഷം അവർ വന്ന് പറഞ്ഞു അവൾക്ക് ന്യൂമോണിയ ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവൾ ICUയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളെ അവർ സ്ട്രക്ചറിലാക്കി ICUയിൽ കയറ്റി. ന്യൂമോണിയ കൂടി, ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞു. ഓൾറെഡി അവൾക്ക് ശ്വാസതടസ്സത്തിൻ്റെ പ്രോബ്ലം ഉള്ളതാണ്.
ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പക്ഷെ അന്ന് അവൾക്ക് ഈ ന്യൂമോണിയ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂ ആയി, ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയി. ഞങ്ങൾ ചോദിച്ചത് എന്താ പെട്ടെന്ന് ഇങ്ങനെ ന്യൂമോണിയ വന്നവൾക്ക് പനിയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ ഫുഡ് കഴിച്ചതിൽ നിന്ന് ഫുഡിൻ്റെ ഒരു അംശം അവളുടെ ലങ്സിൽ കയറിയിട്ടുണ്ട്, അങ്ങനെ ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂമോണിയ കൂടി ലങ്സിലൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചു, ഓക്സിജൻ ലെവൽ താഴുന്നു. അവർ പറഞ്ഞു വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കിനി അവളെ കിടത്താൻ പറ്റത്തില്ല, വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൂടി അവൾക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഭയന്നു പോയി. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കൊച്ച് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്ത് വെൻറ്റിലേറ്റർ വെക്കണം എന്നുള്ള അത് നമ്മളോട് അനുവാദം ചോദിക്കാൻ അവർ വന്നു. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞ് പേടിക്കേണ്ട, വേറെ കുഴപ്പമില്ല, ചെറിയൊരു സപ്പോർട്ടിനെ വെക്കുന്നത്, അവളുടെ ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ മാറാൻ വേണ്ടിയാണ്, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി ഡോക്ടർ, അവൾക്ക് വേണ്ടിയല്ലേ ചെയ്തോളാൻ പറഞ്ഞു. ഇതെല്ലാം വെൻറ്റിലേറ്ററും വെച്ചു. എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇവർ പറയുന്നു അവൾ ഇതുവരെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടില്ല, മരുന്നിനോട് അവൾ പ്രതികരിക്കുന്നില്ല, ഒരു 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെപ്പാടെ ഭയമായിപ്പോയി. ഡോക്ടർ പറഞ്ഞു മരുന്നിനോട് അവൾ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു. പിന്നെ കാശി രൂപവും ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ തൈലമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ICUവിൽ നമുക്ക് കയറാൻ പറ്റുന്ന സമയങ്ങളുണ്ട്. വൈകുന്നേരം 5 മണി, രാവിലെ 8 മണി, ആ സമയത്തൊക്കെ 5 മണിയായപ്പം ഞങ്ങൾ ആരോടെങ്കിലും കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മായി പെട്ടെന്ന് കയറി കാശി രൂപം അവളുടെ തലയണയുടെ അടിയിൽ വെച്ചു. അന്നേരം തന്നെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ചു, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നു. ഞങ്ങളോട് പറഞ്ഞു അവളുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അബോധാവസ്ഥയിലാണ്, ഞാൻ വിളിച്ചിട്ട് എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. 24 മണിക്കൂറെന്ന് പറഞ്ഞത് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് അവൾ മെഡിസിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അതിനോടകം ന്യൂറോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർ ICUവിൽ വന്ന് ഇവളെ കണ്ടപ്പോൾ ഡോക്ടറിന് എന്തോ ഡൗട്ട് തോന്നി, ഇവൾക്ക് വേറെന്തോ ഇഷ്യൂ ആണെന്ന്. ഡോക്ടർ അത് കണ്ടുകൊണ്ട് ഇവൾ ICUവിൽ കിടന്ന് കൈ പൊക്കുന്നു, എന്തോ ഒരു ഹാലൂസിനേഷൻ സ്റ്റേജ് പോലെ പെരുമാറുന്നു. അത് കണ്ടിട്ടാണ് ഡോക്ടർ അവളുടെ ഒരു ബ്ലഡ് ടെസ്റ്റിന് അമൃത ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അപ്പം ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ ടെസ്റ്റ് അമൃതയിൽ മാത്രമേ ചെയ്യുള്ളൂ, നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ആ റിസൾട്ട് വരുമ്പം ഡോക്ടറിനൊരു രോഗത്തെപ്പറ്റി സംശയമുണ്ട്, ആ രോഗമാണെങ്കിൽ നമുക്കൊന്ന് അവളെ സ്കാൻ ചെയ്യേണ്ട വരും. സ്കാൻ ചെയ്യുമ്പോൾ ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും കൂടെ നമുക്കറിയണം. അതിനാദ്യം ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരണം എന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ പറഞ്ഞതിലും മുമ്പ് തന്നെ ഒരു ദിവസം കഴിയുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ റിസൾട്ട് കിട്ടി. ഡോക്ടർ പറഞ്ഞു ആ റിസൾട്ട് പോസിറ്റീവാണ്. അത് ഞങ്ങൾ ചോദിച്ചു അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓട്ടോ ഇമ്മ്യൂണോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗബാധിതയാണെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്, എന്താണോ എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒന്നെങ്കിൽ പരമ്പരാഗതമായിട്ട് ചിലർക്ക് വരാം, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനെയൊന്നും ആർക്കും ഇതുവരെ അങ്ങനെ ഒരു അസുഖം വന്നതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് വരാൻ സാധ്യത ഒന്നെങ്കിൽ ഇവൾക്ക് ഒരു സിസ്റ്റോ എന്തെങ്കിലും വയറിനുള്ളിൽ കാണും, യൂട്രസിലോ ഓവറിയിലോ നമുക്കറിയത്തില്ല, അതിനാണ് സ്കാൻ ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ സ്കാനിങ്ങിന് കൊണ്ടുപോയി അതിനുശേഷം സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവളുടെ ഒരു ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, അത് ജന്മന ഉണ്ടായ സിസ്റ്റാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ ഒരു അസുഖവും വരാത്ത കുഞ്ഞായതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു സ്കാനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സിസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് അറിവുമില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ സിസ്റ്റ് വളർന്ന് ആ സിസ്റ്റിൽ നിന്ന് ഇൻഫെക്ഷൻ കയറി അവളുടെ ബ്രെയിനിൽ പിടിച്ചതാണ് രോഗകാരണം, അങ്ങനെയാണ് ഇവൾക്ക് ഈ അസുഖം ഉണ്ടായെന്ന് പറഞ്ഞു. അതുവരെയും നമ്മൾ വിചാരിച്ചിരുന്നത് അവൾക്ക് എന്തോ സൈക്കാട്രിക് പ്രോബ്ലം ആണെന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊന്നുമല്ല, അവൾക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ബ്രെയിനിൽ വന്നതുകൊണ്ടാണ് അവൾ അബ്നോർമലായിട്ട് പെരുമാറിയത്, അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഇപ്പോൾ അവൾ അബോധാവസ്ഥയിലാണ്. ഈ ചികിത്സ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവാകും, എങ്ങനെ പോയാലും ഞങ്ങൾ ചോദിച്ചു എത്രയാവും ഡോക്ടർ പറഞ്ഞു ഒരു 10-15 ലക്ഷം രൂപയിലും മിനിമം ആകും, അതിൽ കൂടുതലായാലേ ഉള്ളൂ, ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവളുടെ ഫാദർ, എൻ്റെ അച്ചാച്ചൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഞങ്ങൾക്ക് ഒത്തിരി ഇതൊന്നും ഉള്ള ഫാമിലി അല്ല. പക്ഷേ എന്താണേലും കുഞ്ഞിനെ സുഖപ്പെടുത്തി കിട്ടണം. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ചികിത്സ കണ്ടിന്യൂ ചെയ്തോളൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഡോക്ടർ ചികിത്സ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ഓവറിയിലുള്ള സിസ്റ്റ് സർജറി ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇവളുടെ ഈ ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. ആ ഇൻഫെക്ഷൻ കുറയണമെങ്കിൽ ഒരു ദിവസം 62,000 രൂപ വില വരുന്ന ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഇഞ്ചക്ഷൻ എടുത്ത് 5 ഇഞ്ചക്ഷൻ എടുത്ത് ഇൻഫെക്ഷൻ കുറയുന്നതിനോടനുസരിച്ച് നമുക്ക് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം ആ ഇഞ്ചക്ഷൻ എടുത്തു. 5 ദിവസം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം, സർജറി ചെയ്തിട്ട് ആ സിസ്റ്റ് റിമൂവ് ചെയ്യാം, അപ്പോൾ തന്നെ അവൾ പകുതിയോളം ബെറ്റർ ആകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഓവറി മിക്കവാറും റിമൂവ് ചെയ്യേണ്ട വരും, അത് മാറ്റാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ആ ഓവറി നിറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഡോക്ടർ, അത് മാറിയിട്ടാണേലും അവളുടെ അസുഖം മാറട്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ അവളുടെ ഓവറിക്കൊന്നും വരരുത്, അവൾക്ക് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവളുടെ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവറി റിമൂവ് ചെയ്യേണ്ട വന്നില്ല, ഓവറിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റാണ്, അങ്ങനെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ആ സിസ്റ്റ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റി, ഓവറി എടുത്ത് കളയേണ്ട വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓവറി റിമൂവ് ചെയ്യാതെ സർജറി സക്സസ് ആയി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്കിനി ആ ഇഞ്ചക്ഷൻ തുടരണം, എങ്കിൽ മാത്രമേ അവളുടെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും ICU കയറുമ്പോൾ ഞങ്ങൾ തൈലം ഉപയോഗിച്ച് അവളുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 6 മാസമേലും ICU കിടക്കാതെ പറ്റത്തില്ല, എന്നാലേ ഈ രോഗം മാറുകയുള്ളൂ, അത്രയ്ക്ക് സൂക്ഷിക്കേണ്ട അസുഖമാണെന്ന് പറഞ്ഞു. ഡോക്ടർ ആദ്യം പറഞ്ഞത് ജീവനോടെ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല, നമുക്ക് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പണം മുടക്കിയാലും എത്രത്തോളം സക്സസ് ആവും. ഞാൻ ഡോക്ടറോട് തുറന്നു ചോദിച്ചു, ഡോക്ടർ ഞങ്ങൾ പൈസ മുടക്കിക്കോളാം, എങ്ങനെയാകും? ഡോക്ടറിന് അപ്പോൾ ഒരു ഉത്തരവില്ലായിരുന്നു. എത്രത്തോളം ഇത് സുഖപ്പെടുമെന്ന് ഡോക്ടറിന് പോലും പ്രതീക്ഷയില്ല, നമുക്ക് നോക്കാം എന്നല്ല, അതൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ അവളെ സുഖപ്പെടുത്തി ഞങ്ങൾക്ക് തിരിച്ചു തരണം, അവൾ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അമ്മയുടെ തിരുമുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ആ നിമിഷം അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 6 മാസം ICUയിലും 1.5 മാസത്തോളം എങ്കിലും വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടും കൂടി ജീവിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി 1.5 മാസം കൊണ്ട് ICU വിട്ട് റൂമിലേക്ക് ഷിഫ്റ്റായി. അവർ അത്രയും നാൾ 6 മാസം കൊണ്ടേലും സുഖപ്പെടുകയുള്ളെന്ന് പറഞ്ഞ അസുഖം 1.5 മാസം കൊണ്ട് സുഖപ്പെട്ടു. ട്യൂബിലൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അവൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റൂമിൽ വന്നപ്പോൾ ട്യൂബിൻ്റെ സഹായം ഇല്ലാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. തൊണ്ടയിൽ വെന്റിലേറ്ററിൻ്റെ ട്യൂബ് ഇട്ടേക്കുന്ന കാരണം സൗണ്ട് പുറത്ത് വരത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട, സമയമെടുക്കും, സൗണ്ട് പുറത്ത് വന്നോളൂ എന്ന് പറഞ്ഞു. കുറച്ച് സമയമെടുക്കും, നിങ്ങൾ ക്ഷമ കാണിക്കണം, ഇത്രയും വലിയ അസുഖത്തിൽ നിന്നല്ലേ അവൾ വന്നത്, അത് പയ്യെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, മെഡിക്കൽ സയൻസ് തിരിച്ചു തരില്ല എന്ന് പോലും പറയുന്ന രീതിയിലായിരുന്ന അസുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവളെ തിരിച്ചു തന്നതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവളുടെ സൗണ്ടും എല്ലാം തിരിച്ചു കിട്ടുമെന്ന്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ സൗണ്ട് ഓക്കെ ആയി. ചെറിയ ചെറിയ അടപ്പുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് തെളിഞ്ഞു വന്നു. അങ്ങനെ സൗണ്ട് ശരിയായി, ആരോഗ്യം ശരിയായി. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവൾക്കിനി ഒരു മെഡിസിനും കൊടുക്കണ്ടെന്ന് പറഞ്ഞു, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. അവളോട് നേരിട്ട് ഡോക്ടർ പറഞ്ഞു നിനക്ക് കാനഡയിൽ പോകണോ, UK പോകണോ, എവിടെ വേണേലും പൊക്കോ, നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വിട്ടു. ഇന്ന് അവൾക്കൊരു മെഡിസിനും ഇല്ല. പുതിയൊരു ജന്മമായിട്ട് പുതുസൃഷ്ടിയായിട്ട് തമ്പുരാൻ തന്നതാണ് എൻ്റെ അനിയത്തിനെ. അതിന് അമ്മ മാതാവിനോടും ഈശോ മിശിഹായോടും ഒരുപാട് നന്ദി, കോടാനുകോടി നന്ദി ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സംഗീത. എനിക്ക് ഒന്നും അറിയത്തില്ല, അൺകോൺഷ്യസ് ആയതുകൊണ്ട് ഇവരെല്ലാവരും പറഞ്ഞാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഈശോയ്ക്കും മാതാവിൻ്റെയും കൃപയാൽ ഈ ഒരു പുതിയ ജീവിതം തന്നതിന് നന്ദിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത്. അതിന് വ്യക്തമായിട്ട് ആ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ അൾത്താരയിൽ വെന്റിലേറ്ററിൽ നിന്നും ICUയിൽ നിന്നുമൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു പക്ഷേ ഡോക്ടർമാരും ഒക്കെ
വിധി പറഞ്ഞ ആളുകളെല്ലാം ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് പറയുന്നത് ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്നും. ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സാഹചര്യത്തെക്കുറിച്ച് അവസാന വാക്കു പറയേണ്ടത് ദൈവമാണ്, കർത്താവാണ് എന്നുള്ളൊരു ബോധ്യം ഓരോ ദിവസവും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് അത് നമുക്ക് വ്യക്തമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു കർത്താവിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ വ്യക്തമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുവാനായിട്ടൊരു സ്വർഗീയ അധികാരം അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണല്ലോ മരിയൻ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഏറെ പ്രധാനപ്പെട്ടത് 6 മാസം കൊണ്ടൊക്കെ പറഞ്ഞ ഒരു റിക്കവറി 1 മാസത്തിനുള്ളിൽ തന്നെ നടന്ന് ശബ്ദം തിരികെ കെട്ടി അൾത്താരയിൽ ദൈവത്തിന് നന്ദി പറയാൻ തക്കവിധം സമയച്ചുരുക്കം സംഭവിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഹൃദയം നുറുങ്ങിയുള്ള നമ്മുടെ പ്രാർത്ഥനയും ഉടമ്പടിയിലൂടെ നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ ഇത്തരണത്തിൽ ദൈവാനുഭവത്തിൻ്റെ വലിയ അനുഭവങ്ങളാക്കി ഈ ആൾത്താരിൽ എത്തിക്കുമ്പം വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവം ഈ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ഈ ഒരു കുടുംബത്തിന് സാധിച്ചതിനെ പ്രതിയും ഇവർക്ക് ലഭിച്ച എല്ലാ സൗഖ്യത്തിനെയും പ്രതി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വം. ഏക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സിനി. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ജാക്കോബൈറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ചിലാണ്. അതിനു മുന്നേ എൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് ഉടമ്പടിയിലുണ്ടായത് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ആത്മീയ വളർച്ചയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. കാര്യം ഞാൻ എൻ്റെ ഒരു മാരേജിന് മുമ്പ് വരെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശരിക്കും ലാഗായി. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അറിയാൻ തുടങ്ങി. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് ബെഹറിലായിരുന്നു. ബെഹറിനി അവിടെ ഞാൻ പിന്നെ മിനിസ്ട്രി വർക്ക് ചെയ്യാൻ കയറി. പക്ഷെ ഒരു 3.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ജോലി റിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് 2018 നാട്ടിൽ വന്നു. അപ്പം ഞാൻ 2018 മുതൽ ഒരു OET, ഞാനൊരു നേഴ്സാണ്, OET എഴുതാൻ വേണ്ടിയാണ് ട്രൈ ചെയ്തു തുടങ്ങി. പക്ഷേ അതൊരു വല്ലാത്തൊരു ഫെയിലിയർ ആയിരുന്നു. കാര്യം ഞാൻ ഏകദേശം 2018 മുതൽ 2020 വരെ 4 പ്രാവശ്യം എഴുതി. 4 പ്രാവശ്യവും ഒരു മൊഡ്യൂൾ, അതായത് മെയിനായിട്ട് റീഡിങ് മൊഡ്യൂൾ എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ശരിക്കും 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയാനിടയിൽ വന്നത്. പക്ഷെ അന്ന് എനിക്കതത്ര വിശ്വാസമില്ലായിരുന്നു. കാര്യം ഞാൻ കൂടുതലും ആ സമയം പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുകയും പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ മാതാവിനോടുള്ള മധ്യസ്ഥത ചോദിക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. എൻ്റെ ഒരു ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞത്, ദൈവത്തോട് നേരിട്ട് നീ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫൈനലി 2020 എക്സാം എഴുതി, റിസൾട്ട് വന്നു, 2 പോയി. അപ്പം എനിക്കെന്തോ ഒരു വിശ്വാസമില്ലായ്മ. പിന്നെ അതുവരെ എനിക്ക് വിശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അന്ന് എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഞാൻ ആൻറ്റിയോട് ആദ്യമായിട്ട് ഞാൻ പറയുവാണ്. പിന്നീട് ഞാൻ 2020 മുതൽ 2022 വരെ ഏകദേശം കോവിഡ് ടൈം ശരിക്കും ഒരു ഡാർക്ക് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഏറ്റവും ഫൈനലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ തിരിച്ച് ബെഹറിലോട്ട് വരുവാണ്. അങ്ങനെ വിസ എടുത്തു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ജോലി പോയി, ഞാൻ നാട്ടിൽ തിരിച്ചു വരുവാന്ന്. സോ അവിടെയും എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെന്തോ അന്നേരം തോന്നിയത് പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം ഇതായിരിക്കും, നിങ്ങളിഞ്ഞ് പോര്, ഞാൻ എക്സാം എഴുതാൻ പോകുമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് എൻ്റെ പ്രായം 41 വയസ്സാണ്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എന്തുമായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത്. എന്നിട്ട് ഞാൻ അതാണ് പറഞ്ഞത്. അങ്ങനെ ഹോസ്റ്റൽ ജീവിതത്തിൽ ഞാനൊരു 3 മാസത്തെ കോഴ്സിന് ഞാൻ അവിടെ ശരിക്കും മാവേലിക്കരയാണ് പഠിക്കാൻ ഞാൻ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ദൈവം എന്തോ മാതാവ് അന്ന് മുതൽ, എനിക്കൊന്ന് 2020 മുതൽ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. 2022 ഞാൻ മാവേലിക്കര പോകാനിരുന്ന വ്യക്തിയെ കോട്ടയം മണർകാട് എന്നുള്ള സ്ഥലത്ത് എന്നെ കൊണ്ട് എത്തിച്ച് എനിക്ക് ഹോസ്റ്റൽ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലത്തീൻ പള്ളിയിൽ ഒരേ മുറ്റത്ത് തന്നെ ഉള്ളിടത്ത് തന്നെ എനിക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ശരിയാക്കി തന്ന്
എല്ലാ ദിവസവും 6:45 കുർബാനയ്ക്ക് കൂടി കുമ്പസാരിച്ച് കുർബാനയും കൊണ്ട് എനിക്ക് ആ ജീവിതം പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ റിസൾട്ട് 2 ഫെയിലായിരുന്നു. ഞാനൊന്നും കൂട്ടാക്കിയില്ല. പിറ്റേ ദിവസം 72 അവേഴ്സിനുള്ളിൽ നമുക്ക് റീവാലുവേഷന് കൊടുത്താൽ മതി. പിറ്റേ ദിവസം ഞാൻ നേരെ ഇങ്ങ് പോന്നു. ഇവിടെ വന്ന അൾത്താരയിൽ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതിലെനിക്ക് ഒരെണ്ണം ഞാൻ റീവാലുവേഷന് കൊടുത്തു. കാര്യം എനിക്കൊരു ദൈവത്തോട് നേരത്തെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു, ഏത് കൺട്രിയാണോ എനിക്ക് പോകേണ്ടത് ആ കൺട്രിയിലുള്ള സ്കോറ് മാത്രം മതി, പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി തരണ്ട. അങ്ങനെ ഞാൻ ഒരെണ്ണത്തിന് മാത്രം റീവാലുവേഷന് കൊടുത്തു. നോർമലി ഒരു 20 ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. പക്ഷേ എനിക്കൊരു 12 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു. ഒരു 30 മാർക്ക് അതിനകത്ത് എനിക്ക് കൂടി. എനിക്ക് അയർലൻഡ് സ്കോറ് കിട്ടി. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം തന്നെ എൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് തന്നെ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയി. എനിക്ക് അവിടുത്തെ നോർമലി അങ്ങനെ പെട്ടെന്ന് കിട്ടാറില്ല. അവിടെ ഗവൺമെൻറ്റിലെ ജോലി HSCയിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ആദ്യത്തെ ഒറ്റ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ളൂ. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. കഴിഞ്ഞ 2023 ഞാൻ അയർലൻഡിന് പോയി. അതിന് മുന്നേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. എക്സാം എഴുതാൻ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് ഒരു ഐഡിയയും ഇല്ല എങ്ങനെ എക്സാം അപ്പിയർ ചെയ്യേണ്ടതെന്ന്. കാര്യം ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലും. തിയറി ഓക്കെ, പ്രാക്ടിക്കൽ പക്ഷേ ഒരു രക്ഷയില്ല. 2 പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. എനിവേ നവംബർ 2023 നവംബറിൽ ഞാൻ കയറിപ്പോയി. എൻ്റെ എക്സാം നവംബർ 23 ആദ്യത്തെ തിയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു പയ്യനെ പരിചയപ്പെട്ടു. ആ പയ്യൻ എനിക്ക് നമ്പർ തന്ന് ഞാൻ വാട്സപ്പിനകത്ത് ഇത് ചെയ്തപ്പോൾ അവൻ്റെ DP പിക്ചർ എന്ന് പറഞ്ഞത് കൃപാസന മാതാവാണ്. ഞാൻ അവനോട് കൂടുതൽ കാര്യമായിട്ട് നീയും കൃപാസനത്തെ ഉടമ്പടി എടുത്താണോ എന്ന് ചോദിച്ചു. അവനെന്നോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സൗഹൃദം തുടങ്ങി അവിടെ നിന്നുകൊണ്ട്. അപ്പം ഞാനും എന്നോട് പറഞ്ഞേടാ എനിക്ക് ഒന്നും അറിയില്ല, പ്രാക്ടിക്കൽ എന്തുവാ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആകെ ഒന്നും എനിക്കൊരു കംപ്ലീറ്റ്ലി ബ്ലാങ്ക്, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന്. അവൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു 1 ഡേ ക്ലാസ് ഉണ്ട്, കംപ്ലീറ്റ്ലി നമുക്ക് പ്രാക്ടിക്കൽ വൈസ് അവരെല്ലാം പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കും, നീ വരാൻ പറഞ്ഞു. അങ്ങനെ അത് ആക്ച്വലി അത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പോകാൻ പറ്റുമെന്ന്. കാര്യം ഒരു 1 അവർ ദൂരെയാണ് പോയി ചെയ്യേണ്ടത്. അത് എനിവേ അതിനും കറക്റ്റായിട്ട് മാതാവെല്ലാം ഒരുക്കി തന്ന് ഞങ്ങളൊരു 3 പേര് കൂടി ടാക്സി വിളിച്ച് അവിടെ പോയി ഒരു 1 ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്തൊക്കെയോ തലക്കകത്തൊരു മിന്നലും കിട്ടി. പിന്നെ ഞാൻ മൊത്തം പ്രാർത്ഥിച്ചത് ഒന്നും അറിയത്തില്ല. മൊത്തം പ്രാർത്ഥിച്ച് ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അസസ്സറായിട്ട് ഈ 14 സ്റ്റേഷൻസ് ഉണ്ട് പ്രാക്ടിക്കലിനകത്ത്, എൻ്റെ അസസ്സറായിട്ട് മാതാവും തിരുക്കുമാരനും ഇനി വരണം, അല്ലാണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്കൊട്ടും അറിയത്തുമില്ല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അതൊരു ഡിസംബർ 2-ാം തീയതിയാണ് എൻ്റെ പ്രാക്ടിക്കൽ നടന്നത്. 2-ാം തീയതി ഞാൻ എൻ്റെ കാശ് രൂപ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, 2 എണ്ണം ഉണ്ട്, അച്ഛൻ തന്നതുമുണ്ട്, അല്ലാതെ ഉടമ്പടി എടുത്തതിൻ്റെ സമയത്തേതും ഉണ്ട്. തൈലം കൊണ്ടുപോയി, ഉപ്പ് കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. തൈലവും തേച്ച് ഉപ്പ് ഓരോ സ്റ്റേഷൻ്റെ അടുത്തും വാതിലിൻ്റെ അവിടെ ആരും ചവിട്ടാതെ ഇട്ടു. ആദ്യത്തെ സ്റ്റേഷനിൽ കയറി കംപ്ലീറ്റ്ലി ഔട്ട്. അവരെന്നെ പൊരിപ്പിച്ചു വിട്ടു. പിന്നീട് അങ്ങോട്ട് എന്തായാലും എന്താ പറയുക, ഒരു ഐഡിയ ഇല്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്കായി. പക്ഷേ എന്തോ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിത്തിൻ സെക്കൻഡിനുള്ളിൽ എൻ്റെ മൈൻഡ് ഓക്കെ ആയി. പിന്നെ അങ്ങോട്ട് എന്തായാലും ഞാൻ ചെയ്തു. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ആർക്കും അവർ ഇങ്ങോട്ട് ഓരോ ഹിൻറ്റ് തന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അവരിങ്ങോട്ട് ഹിൻറ്റ് തരുക ഓരോന്നും പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി. അതെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും ഓരോ കമൻറ്റുകൾ പറഞ്ഞു, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ അർപ്പിച്ചിട്ടുണ്ട്, മാതാവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. 2 ദിവസം കഴിയുമ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ ഡിസംബർ 4-ാം തീയതി എനിക്ക് റിസൾട്ട് വന്നു.
എൻ്റെ 2 ഫ്രണ്ട്സിൻ്റേത് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ട് മൂന്നാമത് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. ടെൻഷനോടാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നത് കംപ്ലീറ്റ്ലി എൻ്റെ മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു. മീൻസ് 14 സ്റ്റേഷൻസും ക്ലിയർ ചെയ്തു. അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി എൻ്റെ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ആ എക്സാം പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ആകെ 2 ചാൻസേ ഉള്ളൂ താനും. 2 ചാൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആദ്യം മുതൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ശരിക്കും എൻ്റെ ജീവിതത്തിൽ അതൊരു മിറക്കിൾ തന്നെയാണ്. ഞാൻ കാരണം ഒത്തിരി പേരോട് ഞാനത് പറഞ്ഞു. എന്താ പറയുക, സാക്ഷ്യം പോലെ തന്നെയാണ് ഞാൻ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായ കാര്യം എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കുന്നത്. അതുപോലൊരു മിറക്കിളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാര്യം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ അത് ക്ലിയറായി ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തു. ജനുവരി 2 മുതൽ ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ആണെന്ന്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനകത്ത് വേരിയേഷൻസ് ഉണ്ട് നോർമൽ ആൾക്കാരെക്കാട്ടിലും. എൻ്റെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൻ അവർ കൗണ്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രേഡോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ 6 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് സംശയം തോന്നാം ഈ 6 മാസത്തിനുള്ളിൽ എനിക്ക് എങ്ങനെ ലീവ് കിട്ടിയെന്നുള്ളത്. അതും ദൈവത്തിൻ്റെ ഓരോ കൃപകൾ തന്നെയാണ്. അതിന് മുന്നേ ഞാനിപ്പോൾ എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഒരു വീട് വേണം അവിടെ. അപ്പം ഞാൻ 6 മാസം കൊണ്ട് തന്നെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വീട് കിട്ടാൻ വേണ്ടി. കാര്യം എനിക്ക് 2 കുട്ടികളാണ്. അത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് അത് 3 റൂമുള്ള വീട് വേണം. അപ്പം അതും എനിക്ക് ഹോസ്പിറ്റലിനടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കാര്യം എനിക്ക് വണ്ടിയില്ല. അപ്പം ഞാൻ അതിനുള്ളത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെ ടൗൺ ഏരിയയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. സോ 6 മാസം കൊണ്ട് കിട്ടാതിരുന്ന കാര്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിൽ ലൈറ്റ് പ്രെയറും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ്യിലേക്കൊക്കെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്ന് കിട്ടിയില്ല. പക്ഷെ അത് പിന്നീട് മനസ്സിലായി എന്തുകൊണ്ടാണ് അത് ഡിലേ ആക്കിയതെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്കൊരു 3-4 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. ഞാൻ ആക്ച്വലി ഒരു ജൂൺ ജൂലൈയിലേക്ക് അവരെ കൊണ്ടു ചെല്ലാനെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. കാര്യം ആ പിള്ളേരുടെ അഡ്മിഷൻ എല്ലാവരും എടുത്തു. ഓഗസ്റ്റിലേക്ക് അവർക്ക് ക്ലാസ് തുടങ്ങും. സോ അറ്റ്ലീസ്റ്റ് ഒരു ജൂലൈയിലേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അവർക്കൊരു അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി ഓഗസ്റ്റിലേക്ക് ചെറുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്, എടി എനിക്കൊരു 3-4 മാസം കൂടെ സമയം തരണമെന്നുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ആ മെയ് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു 10,500 യൂറോ, അതായത് 1.5 ലക്ഷം രൂപയോളം പ്ലസ് അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലും അതും എല്ലാം കൂടി 2 മാസം ഞാൻ ചുമ്മാ കൊടുക്കേണ്ടി വന്നേനെയായിരുന്നു. ഇതൊന്നും ഇല്ലാതെ എനിക്ക് അത് ഡിലേ ആക്കിക്കൊണ്ടും അതേപോലെ തന്നെ ഞാൻ ലീവിന് പോരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് വീട് കിട്ടുകയും പോരുന്നതിൻ്റെ അന്ന് ഞാൻ എഗ്രിമെൻ്റ് എഴുതി, അതായത് 3 റൂമുള്ള വീട് എഗ്രിമെൻ്റ് എഴുതി അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമാണ് കൊടുത്തിട്ട് ഞാൻ വന്നേക്കുന്നത്. ഞാൻ ഇനിയും ജൂലൈ മുതലുള്ള റെൻറ്റ് കൊടുത്താലും മതി. അപ്പോൾ അത്രയും എനിക്ക് കാര്യം അത് മാതാവ് ചിന്തിച്ചത് വെറുതെ എന്തിനാണ് ഞാൻ പൈസ വേസ്റ്റ് ചെയ്യുന്നത്, അത് അത്രയും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം മാതാവ് ചിന്തിച്ച് നമുക്ക് വേണ്ടി ഫേവറബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ. പിന്നെ എന്താ പറയുക, അങ്ങനെ പറയാൻ എന്താ പറയുക, പറയാതെ ഒത്തിരിയും കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കാരും കൂട്ടില്ല, ഒരു ഐഡിയയും ഇല്ല. അവർ പറയുന്ന ലാംഗ്വേജ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് എക്സാം പാസ്സായിട്ട് പോയെന്ന് പറഞ്ഞാലും അവരുടെ പ്രൊനൗൺസിയേഷനും ആക്സൻറ്റും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും അവിടെ ഓരോ കാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കാനുണ്ട്. അവിടെ ഓരോ സ്ഥലത്തും ഓരോ അപ്പോയിൻമെൻ്റ് എടുക്കാനും ഇതൊന്നും അറിയത്തില്ലെങ്കിലും ദൈവമായിട്ട് കാണിച്ചു തന്ന് മാതാവായിട്ട് എൻ്റെ കൂടെ വരുത്തി ബസ് ഏതാണെന്ന് കാണിച്ചു തന്ന് ഏത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിത്തരണമെന്ന് കാണിച്ചു തന്ന് ഒരു വഴിയും തെറ്റാതെ എന്നെ യഥാസ്ഥാനത്ത് എത്തിച്ച് അത് കറക്റ്റായിട്ട് എല്ലാം ചെയ്യിപ്പിച്ച് എനിക്ക് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓരോ കാര്യങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ എഴുതാത്ത ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരു വർഷമായിട്ട് ഫ്രോസൺ ഷോൾഡർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ഞാൻ ഈ 6 മാസവും ഞാൻ ആ ഫ്രോസൺ ഷോൾഡർ വെച്ച് വർക്ക് ചെയ്തത് തൈലത്തിൻ്റെ ഒറ്റ ബലത്തിലാണ്.
തൈലം തേച്ചാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നത്. കിടക്കുന്നതിന് മുമ്പേയും തൈലം തേച്ചിട്ടാണ് കിടക്കുന്നത്. കാര്യം ആ ഒരു ബലത്തിൽ മാത്രം ഞാൻ വർക്ക് ചെയ്തതാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു ചിറോ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ഇത് എനിക്ക് കാണിച്ച് ധരിപ്പിച്ച് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. എനിക്കറിയാം കംപ്ലീറ്റായിട്ട് ഞാൻ റിക്കവറി ചെയ്യുമെന്നുള്ള കാര്യം. ഇപ്പോഴും ഞാൻ തൈലം എന്നുള്ളത് ഭയങ്കര ഒരു വലിയ ശക്തി തന്നെയാണ്. പിന്നെ കാര്യം അത് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫാദറിലേക്ക് ഒരു അറ്റാക്ക് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവർ ആൻജിയോ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആൻജിയോ വേണ്ടി വരത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് തിരി കത്തിച്ച് മുട്ടേ നിന്ന് തൈലം എൻ്റെ നെഞ്ചത്ത് ചേച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ആൻജിയോ വേണ്ടി വരരുത്, അതിനുള്ളിൽ അതെല്ലാം ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ, മെയിനായിട്ടുള്ള ഡോക്ടർ എന്ന് കണ്ടിട്ട് പറഞ്ഞു തൽക്കാലം ആൻജിയോ വേണ്ട, ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം, മീൻസ് മെഡിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെറും 4 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 5-ാം ദിവസം ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വന്നിട്ടുണ്ട്. അത്രയും വലിയൊരു അത്ഭുതമാണ് തൈലം വെച്ച് കിട്ടിയതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ പത്രം ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് എല്ലാ പ്രാവശ്യവും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ആദ്യമൊക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ കൊടുക്കണമെന്ന്. പിന്നെ ഈ ധ്യാനം കൂടുമ്പോഴും അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലായി എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ ഇപ്പം തൈലം വെച്ച് കുരിശ് വരച്ച് എല്ലാ പത്രത്തിലും കുരിശ് ഇട്ട ശേഷം ഓരോ നമ്മൾ എന്താ പറയുക ഈ ഹോസ്പിറ്റലുകളിൽ അതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി കൊടുത്ത് അങ്ങ് തീർത്തു. അതേപോലെ ഞാൻ കുറച്ച് പത്രങ്ങളെല്ലാം ഞാൻ അയർലൻഡിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എൻ്റെ തിയറി എക്സാമിൻ്റെ സമയത്ത് അവിടെ ഉള്ളവർക്കെല്ലാം ഞാൻ ഇവിടെ നിന്ന് കാശ് രൂപം വാങ്ങിച്ചുകൊണ്ട് പോയതും അതേപോലെ തന്നെ പത്രവും ഞാൻ അവിടെ എല്ലാം കൊടുത്തു. പിന്നെ ധ്യാനം കൂടുന്നത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യും. പിന്നെ എനിക്ക് സ്ട്രൈക്കായിട്ട് തോന്നുന്നത് ചിലവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കത് പേഴ്സണലി ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് കാണിക്കുന്ന വചനങ്ങളൊക്കെ സ്റ്റാറ്റസിലിടുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കോട്ടുകൾ, ചെറിയ ഈ മെസ്സേജുകൾ അതെല്ലാം സ്റ്റാറ്റസ് ആക്കിയിടും. അങ്ങനെയാണ് ഞാൻ പിന്നെ വിളിക്കുന്നവരോടെല്ലാം ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ കൂടുതൽ ആശുപത്രിയിൽ അങ്ങനെ പോയി അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആർക്കെങ്കിലും പൈസയുടെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. അത് റെഗുലർ, അതായത് അതൊരു എന്താ പറയുക, നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമെന്നല്ല, തേടിപ്പിടിച്ച് ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഇപ്പം ഞാൻ കറക്റ്റായിട്ട്, അതായത് നമ്മൾ രാവിലെ എനിക്കൊരു 1 hour, അതുപോലെ തന്നെ രാത്രിയിലും 1 hour മസ്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയിലും കാര്യങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നത്. അതിനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെന്ന്, ഉടമ്പടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരാഗ്രഹവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. ജാക്കോബൈറ്റാണ്, എനിക്ക് അങ്ങനെ ഇതറിയത്തില്ല. പക്ഷേ ഞാൻ പുസ്തകം വെച്ച് ജപമാല എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. അത് രാവിലെയും രാത്രിയിലും ചൊല്ലാറുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ മകൻ, അവിടെ ആയതിന് പിള്ളേരിവിടെയാണ്. പക്ഷേ എൻ്റെ മകൻ ഇപ്പം, നേരത്തെ അങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അവൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ബൈബിൾ വായിച്ച് എല്ലാവരെയും വിളിച്ച് ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. കാര്യം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നത്. ഇതുവരെയും തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി, കോടി നന്ദി. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാമെന്ന് സങ്കീർത്തനം 32:8 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. തൻ്റെ കഴിഞ്ഞ കാല ജീവിതം അത് എങ്ങനെയായിരുന്നു, തനിക്ക് എങ്ങനെയാണ് തൻ്റെ വിശ്വാസമൊക്കെ, അതായത് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്കൊക്കെ താൻ പോകുന്നത് എങ്ങനെ, അവിടെ നിന്ന് എങ്ങനെ തനിക്ക് തൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ജപമാല പ്രാർത്ഥനയൊക്കെ തനിക്ക് അന്യമായിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ മകള് ഇന്ന് ഇവിടെ വന്ന് ജപമാല പ്രാർത്ഥിക്കുവാനും അതുപോലെ തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഇടപെടലുകൾ, അമ്മയുടെ മാധ്യസ്ഥ ശക്തി അത് തന്നെയാണെന്നാണ് പല പ്രാവശ്യവും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായി പറഞ്ഞു.
തൻ്റെ ഇതിവിടെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ അയർലൻഡിൽ ചെന്നതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡ് എക്സാം എങ്കിൽ മാത്രമേ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്ഥിര ജോലി, സ്ഥിര വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അതെങ്ങനെയാണ് തനിക്കത് തരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്? താൻ വലിയ ക്ലാസ്സിന് പോവുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ പരിശുദ്ധ അമ്മ തന്നെ ഓരോ വ്യക്തികളെ തനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ആ വ്യക്തിയിലൂടെ ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ കാര്യമൊക്കെ കേട്ട് അത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു, അത്രമാത്രം. എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തനിക്ക് പാസ്സാകുവാൻ കഴിഞ്ഞത്, അത് ആ എക്സാം എത്രമാത്രം ടഫായിരുന്നുവെന്നും അതിൻ്റെ ആദ്യത്തെ പ്രാക്ടിക്കൽ എത്രമാത്രം ഡിഫിക്കൽട്ടായിരുന്നു, ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ തനിക്ക് പ്രയാസമേറുന്ന കാര്യങ്ങളിലും കർത്താവിൻ്റെ തിരുവിഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ് ഈ മകള് കൂടുതലായി ഇവിടെ പറഞ്ഞത്. അതായത് ഒരു 1.5 ലക്ഷത്തോളം പൈസ തന്നിൽ നിന്ന് വേസ്റ്റ് ആകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീടാണത് വേസ്റ്റ് ആകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ അതിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എങ്ങനെ തന്നെ കാത്തു സംരക്ഷിച്ചു. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടനടി നമുക്ക് പലതും നന്മയാണ് എന്ന് തോന്നിയില്ല എങ്കിലും പിന്നീട് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും പരാതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നന്മയ്ക്കായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുക. അതൊക്കെ ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപ തന്നെയാണ്. ആ ഒരു ബോധ്യങ്ങളൊക്കെ, ബോധ്യങ്ങൾ പിന്നീട് അത് എങ്ങനെയാണ് നമ്മെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കുക. ഇന്ന് തൻ്റെ മക്കൾ വിശ്വാസ ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു, തനിക്കും തൻ്റെ ഫാമിലിയോടൊപ്പം അവിടെ പോയി ജീവിക്കുവാനായിട്ട് ഒരു അക്കോമഡേഷൻ, അതിനൊക്കെ എത്രമാത്രം റിസ്ക് ഉണ്ട്, എന്നാൽ അതൊക്കെ എത്ര ചുരുങ്ങിയ കാലം കൊണ്ട് തങ്ങൾക്ക് ലഭിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഈ മകൾ കൊടുക്കുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതാണ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ. അപ്പോൾ തനിക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതൊക്കെ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് ഈ മകൾ ഉപയോഗിക്കുന്നു. തൻ്റെ സ്റ്റാറ്റസും ഫേസ്ബുക്കും തനിക്കുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ മീഡിയ വഴിയൊക്കെ ഇന്ന് ഒത്തിരിയേറെ കുട്ടികളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈശോ മഹത്വപ്പെടുവാൻ ഇടയാകുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങൾക്കും നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വ